So when you include the runways, the administrative block, the housing quarters, the lake, the fields, and all other facilities available here, the total area comes to about 6,500 acres. So cadets, those were the details of the academy. Clear? Yes, sir. It's working, sir. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ, ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേർ വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശ ഒന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് 3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബ കലഹം ഉണ്ടാക്കുന്നത്? കോമഡി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. പോടാ, പോട്ടെ. ശരി. 4 സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആ കൂടെ കിട്ടിയ ഒരു ഓഫ് ഡേ നീ കൊളവാക്കല്ലേ. അല്ല സാറേ, ഈ സക്കീർ സാറിനെ 4 കല്യാണം വരാന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വേണമെങ്കിൽ കൂടുതലോ? അതെ. ഷോ, എന്തൊരു യോഗമാ. എങ്ങനെ മാനേജ് ചെയ്യും സാറേ? സാറേ, നമുക്ക് 4ഉം 6ഉം ഒന്നും വേണ്ട, 1 മതി. സാറ് നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ? വിളിച്ചോണ്ടോ സാറേ? സമയം ആവട്ടെ, വിളിച്ചോണ്ട് വരാം. ഓ, എപ്പ ചോദിച്ചാലും സമയം ആവട്ടടാ. ഇനിയും സമയമായില്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ റിലേറ്റീവ്സ് ആണ് സർ. റിലേറ്റീവ്സോ? ആ, സാറിന്റെ വൈഫിന്റെ ഒരു കസിൻ ഇല്ലേ സലീം, ഗൾഫിലുള്ളത്. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസിനെയാ, ആനി. അനദർ ലവ് മാരേജ്. ഞാനും കേട്ടിട്ടുണ്ട്. ആനി ശ്രദ്ധയുടെ കസിനാണോ? യെസ് സർ, സോ വി ആർ റിലേറ്റീവ്സ്. മൈ ഗോഡ്. ഫാത്തിമ എന്നെ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. യെസ് സർ. അവക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായി. സാറിനല്ല, എന്നെ. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ നെയ്ബറാണ് ഈശ്വർ സാർ. ഒരു കേഡറ്റ്, അതും ഒരു ലേഡി കേഡറ്റ്. ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു സ്ത്രീ വിദ്വേഷിയാക്കുന്നത്? ഓ ശരി, ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലിരിക്കുന്നതും നല്ലതാ. മറഡോണ ഉത്തേജക. എന്റെ ദൈവമേ, സക്കീർ സാറ് വീണ്ടും കല്യാണം കഴിച്ച, അതും ഒറ്റയടിക്ക് 1, 2, 3, 4 കൂടി. പാവം ഫാത്തിമ ചേച്ചി. സാറേ, അയ്യോ മതി. മതിയാക്കിയോ? ഇവരാരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെ? ഈശ്വർ സാറിനെ. എന്തിനാ? ജസ്റ്റ് ഒരു ഹലോ പറയാൻ. ഇവിടെ വരെ വന്നതല്ലേ. വേണ്ട ശ്രദ്ധ, ഈശ്വർ സാറിന് ഇഷ്ടാവില്ല കേട്ടോ. അങ്ങേര് നല്ല മനുഷ്യനാ. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞു പെരുപ്പിച്ച് അങ്ങേര് ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. ഐ ആം റൈറ്റ് സർ? കറക്റ്റ്, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ശ്രദ്ധ ധൈര്യമായിട്ട് പോ. ചെന്നാട്ടെ. ഓക്കേ സർ. വെറുതെ എന്തിനാ? പോയിട്ട് വരട്ടെന്ന്. വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റൊന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ. ഇപ്പൊ കാണാം പൂരം. ഗുഡ് മോർണിംഗ് സർ. ശ്രദ്ധ, ശ്രദ്ധ കോൾ. ഗുഡ് മോർണിംഗ്.
വക്കീൽ സാറിന്റെ വീട്ടില് പെരുന്നാളിന് ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ സാർ, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ എന്തിനു വന്നെന്നാ ചോദിച്ചത്? ഇവിടെ വന്നത് സാറിനെ കണ്ട് ജസ്റ്റ് ഹലോ പറയാനാ. ലുക്ക്, ഒരു സീനിയർ ഓഫീസറെ അയാളുടെ കോട്ടേഴ്സിൽ വന്ന് കണ്ട് വിഷയേണ്ട കാര്യമില്ല. കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ട് വിഷയം ചെയ്താൽ മതി. Got it? സാർ, ചമ്മണ്ട ചമ്മണ്ട, ഇനി പോരെ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇനി വെളിച്ചത്തോട്ട് വാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാ. ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവളാ. തോക്കുംതോറും വാശി കൂടും. കൂടും കൂടും കൂടും. പിന്നെ ആരും ചിരിക്കണ്ട സാർ, നോക്കിക്കോ. ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. യു വാണ്ട് ബെറ്റ്? ബെറ്റ്. വെറുതെ എന്തിനാ ബെറ്റ് വെക്കുന്നത് അല്ലേ? Hope now you are clear why the ordinary fuel is not used to burn the combustion chamber. Any doubts? നോ സർ. Anybody? സാർ, Yes? സാർ, ഐ ഹാവ് എ ഡിഫറെന്റ് സോർട്ട് ഓഫ് ഡൗട്ട്. Come on, tell me. എനിക്ക് മാത്രമല്ല മറ്റു പല കാഡറ്റ്സിനും ഉണ്ട്. Yes, what is that? സർ, ഈ ഹാങ്ങർ നമ്പർ 5 യഥാർത്ഥത്തിൽ ഗോഡൌൺ തന്നെയാണോ അതോ? Class dismissed. You stay back. ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് ചെയ്യേണ്ടതാണ്. വരട്ടെ, വല്ല കാര്യമുണ്ട്. വടി കൂടെ തടി മേടിച്ചിട്ട് സാധനം മുഴുവൻ മേടിച്ചോ. ഷെയർ ചെയ്യാൻ വേണ്ടേ? So, you want to know what is in hanger number 5, is it? അറിയണം അല്ലേ? സ്മാർട്ട്നെസ് ആകാം, but don't try to play over smart. നിനക്ക് ബുദ്ധി കൊണ്ട് കാണാനും തിരക്കേടില്ല, അത് രണ്ടുകൊണ്ടെന്നുള്ള അഹങ്കാരമുണ്ട്. അതിൻ്റെതാണ് ഈ ഓവർ സ്മാർട്ട്നെസ്. ഒരു കേഡറ്റ് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് മാത്രം മതി. കേഡറ്റ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ, നിയന്ത്രണം വേണം മനസ്സിനും നാവിനും. മനസ്സിലായോ? സർ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. സർ,
Shraddha! What are you doing there? സർ ഇതിനകത്തൊരു സ്ട്രേഞ്ചർ. ഐ സോ ഹിം. I have already warned you. സർ ഞാൻ സത്യമായിട്ടും പറയാണ്. സാറിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്ത് കയറി നോക്കാം. Come here. I will not tolerate indiscipline. നോ സർ, ഞാൻ ഈ ഹാങ്ങറിൽ എന്താണെന്ന് അന്വേഷിച്ചു വന്നതല്ല സർ. Shut up. Punishment തന്നാലേ നീ പഠിക്കൂ. 100 rounds in the hot sun, tarmac. സർ. Listen, the finished report is accordingly, Swami. He'll be washing. ശ്രദ്ധ, ശ്രദ്ധ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയത്? ആ ഹാങ്ങറിനെ കുറിച്ച് ചോദിച്ചപ്പോ വാണിംഗ് കിട്ടിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും? സ്ട്രേഞ്ചറിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അയാളെ തേടിയാ ഞാൻ അവിടെ പോയത്, അല്ലാതെ ഹാങ്ങർ 5-ൽ എന്ത് നടക്കുന്നു ഒളിച്ചു നോക്കാനല്ല. പനിഷ്മെന്റിന്റെ വേദനയൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്താ ശ്രദ്ധ ഇത്? ശ്രദ്ധ കരയരുത് പ്ലീസ്. കേട് സ്ഥലം വരുന്നുണ്ട്, ശ്രദ്ധ കരയുന്നവർ കാണണ്ട. ഓക്കെ? ശ്രദ്ധ ഹാങ് നമ്പർ 5 ഒളിഞ്ഞു നോക്കി, അത് ഈശ്വർ സാർ കണ്ടു. അതിനുള്ള പണിഷ്മെന്റ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? അതുകൊണ്ടല്ലേ? ഏയ് കാലേ ഭയങ്കര വേദന, മസിൽ പിടിച്ചു എന്നാ തോന്നുന്നേ. ഞാനേ ആ സ്വാമി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. 80 ഓടിയുള്ളൂ, 20 ഓടിയില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയല്ലേ, അത്രയൊക്കെ മതിയെന്നേ. എന്റെ തോമാച്ച ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇത് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല, അവന് ഇതുപോലെ ഉണ്ടാവൂല. അമ്മയ്ക്ക് അച്ഛനുണ്ട്. ആ എടുക്കണോ? പോടാ സിംഗ്.